പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി പാട്ടിനെതിരെ DGPക്ക് പരാതി. മനോഹരമായ ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചു. രാഷ്ട്രീയ ലാഭത്തിനുള്ള പാട്ടിനൊപ്പം അയ്യപ്പനെ ചേർത്തത് വേദനിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. തിരുവാഭരണപാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി ഗോകുൽ രമേശാണ് ചേരുന്നത്. ഗോകുൽ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ആണ് ഈ പാട്ട് ഉപയോഗിച്ചത്. രാഷ്ട്രീയമായി ഉപയോഗിക്കുകയായിരുന്നു. അതിൽ അയ്യപ്പനെ അടക്കം പരാമർശിച്ചുകൊണ്ടുള്ളൊരു പാട്ടാണ്. അത് ഭക്തരെ വേദനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ നീലിമ സൂചിപ്പിച്ചതുപോലെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം രാഷ്ട്രീയമായി ഉപയോഗിച്ചിരുന്ന ഒരു പാട്ടാണ് പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന പാരഡി ഗാനം. ഈ ഗാനത്തെ മനോഹരമായ ഒരു ഭക്തിഗാനത്തിന്റെ പാരഡി ആയിരുന്നു അത്. ആ മനോഹരമായ ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ DGPക്ക് പരാതി ചെന്നിരിക്കുന്നത്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പാട്ടിനെ വികലമാക്കി ഉപയോഗിച്ചുവെന്നും പാട്ടിനൊപ്പം അയ്യപ്പനെ ചേർത്തത് വേദനിപ്പിച്ചുവെന്നുമാണ് ഇപ്പോൾ പരാതിക്കാരനായിട്ടുള്ള തിരുവാഭരണപാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല വ്യക്തമാക്കി പരാതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഭക്തരെ അപമാനിച്ചെന്നും പാട്ട് പിൻവലിക്കണമെന്നുമാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പാട്ടുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായ നഷ്ടം സംഭവിച്ചത് ഇടതുമുന്നണിക്കായിരുന്നു. ഇപ്പോൾ അല്ലെങ്കിൽ CPM പ്രവർത്തകരും ഇപ്പോൾ ഈ പാട്ടിനെതിരായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. പത്തനംതിട്ട CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രാജു എബ്രഹാമാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പരാമർശം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് ഭക്തിഗാനത്തിന്റെ ഈണത്തിൽ പാരഡി ഇറക്കിയത് ശരിയായില്ലെന്നും അത് വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയെന്നും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് പാട്ട് ഇറക്കിയതെന്നുമാണ് ഇപ്പോൾ രാജു എബ്രഹാം അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായത്. CPMും ഈ വിഷയത്തിൽ പരാതി നൽകുമെന്നും ഇപ്പോൾ രാജു എബ്രഹാം അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ പാട്ട് തെരഞ്ഞെടുപ്പിന് ശേഷവും വീണ്ടും രാഷ്ട്രീയമായി ചർച്ചാ വിഷയമാവുകയാണ്. നിലവ ശരി ഗോകുൽ.